ഞാൻ വീണ്ടും വന്നേക്കുവാണ് ഒരു അടിപൊളി റോസ് കോംബോ ഓഫറുമായിട്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പിങ്ക് ബട്ടൺ റോസ് ആണ് കേട്ടോ ഈ ഒരു കോംബോയിൽ വരുന്നത്. ഈ കോംബോയ്ക്ക് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇതിനകത്ത് വരുന്ന ഓൾമോസ്റ്റ് റോസുകളും നാടൻ എന്നുള്ളതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. ഒന്നാമതായിട്ട് വന്നേക്കുന്നത് പിങ്ക് ബട്ടൺ, രണ്ടാമതായിട്ട് സമ്മർ സ്നോ റോസാണ് കേട്ടോ. ഇതാണ് സമ്മർ സ്നോ എന്ന് പറയുന്നത്. നല്ല വെറൈറ്റി ആയിട്ട് വരുന്നൊരു റോസ് തന്നെയാണ് സമ്മർ സ്നോ റോസ് എന്ന് പറയുന്നത്. ഒത്തിരി പൂക്കൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. കൊലകൊലയായിട്ട് നിറയെ പൂക്കൾ ഉണ്ടാവും. ബഞ്ചായിട്ട് തന്നെ പൂ പിടിക്കുന്ന ഒരു ടൈപ്പ് റോസാണ്. കോംബോയിൽ മൂന്നാമതായിട്ട് വന്നിരിക്കുന്നത് ഓറഞ്ച് മിനിയേച്ചറാണ് കേട്ടോ. ഇതാണ് മിനിയേച്ചർ റോസ് എന്ന് പറയുന്നത്. സ്റ്റെറീന എന്നൊരു പേര് കൂടെ ഈ ഒരു റോസിനുണ്ട്. നല്ല ഓറഞ്ച് ഷെയ്ഡിൽ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു റോസാണ് കേട്ടോ. നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡിലാണ് പൂക്കൾ ഉണ്ടാവാറുള്ളത്. കോംബോയിൽ അടുത്തതായിട്ട് വന്നേക്കുന്നത് ക്രീപ്പറാണ് കേട്ടോ. വൈറ്റ് ക്രീപ്പർ റോസാണ്. ഇതും നിറയെ ഇങ്ങനെ ബഞ്ചായിട്ട് പൂക്കൾ പിടിക്കും. ഇപ്പം തന്നെ കണ്ടില്ല എന്തോരം പൂക്കളും മുട്ടുകളുമാണ് ആ പ്ലാന്റിലുള്ളതെന്ന്. നമുക്ക് അത്യാവശ്യം ഒരു താങ്ങ് കൊടുക്കാവുന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഫ്ലവറിങ് ആവും. പിന്നെ ഉള്ളത് ഈ ഒരു റോസാണ്, റെഡ് പിനാക്കിയോ റോസാണ് കോംബോയിൽ അടുത്തതായിട്ടുള്ളത്. നല്ല റെഡ് ഷെയ്ഡാണ് കേട്ടോ റെഡ് പിനാക്കിയോ റോസ്. പിങ്ക് പിനാക്കിയോ നമുക്ക് അവൈലബിൾ ആണ്, അത് കോംബോയിലില്ല കേട്ടോ. അല്ലാതെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പിങ്ക് പിനാക്കിയോ. പിന്നെയുള്ള റോസ് വെറൈറ്റി എന്ന് പറയുന്നത് 7 days റോസാണ്. 7 ദിവസം കൊഴിയാതെ 7 ദിവസം വരെ വാടാതെ നിൽക്കും എന്നുള്ളതാണ് ഈ ഒരു റോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. 7 days റോസാണ് കേട്ടോ. നല്ലൊരു അടിപൊളി വെറൈറ്റി തന്നെയാണ് ഈ ഒരു 7 days റോസ് എന്ന് പറയുന്നത്. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഏതാണ്, സോറി എൻ്റെ പേര് വിട്ടു കേട്ടോ ഞാൻ പെട്ടെന്ന്. ഏതാണ് പേര്? പനിനീർ റോസാണ് കേട്ടോ. പനിനീർ റോസ് അത്യാവശ്യം ഷോർട്ടായിട്ട് നിന്ന് തന്നെ ഫ്ലവറിങ് ആവുന്ന പനിനീർ റോസിൻ്റെ പ്ലാന്റ്സ് ആണ്. ഇത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റാണ് കേട്ടോ ഈ ഒരു കോംബോയ്ക്കകത്ത് കൊണ്ടുവന്നേക്കുന്നത്. നല്ല സ്മെല്ലൊക്കെ ഇഷ്ടപ്പെടുന്നവരാണോ എന്നുണ്ടെങ്കിൽ ഈ ഒരു റോസ് ബെസ്റ്റ് ഓപ്ഷനാണ്. പിന്നെയുള്ളത് ഓർക്കിഡ് റോസാണ്. കൊലയായിട്ട് പൂക്കളുണ്ടാവുന്ന ഓർക്കിഡ് റോസിൻ്റെ പിങ്ക് ഷെയ്ഡിലുള്ള പൂക്കളാണ്. ഈ ഒരു റോസിൽ മുള്ളുകളൊന്നും ഉണ്ടാവാറില്ല കേട്ടോ, പക്ഷെ നല്ലതുപോലെ തന്നെ ഫ്ലവറിങ് ആവും. പിന്നെയുള്ളത് ഈ ഒരു വെറൈറ്റിയാണ്. ഇത് ക്രീപ്പറാണ് കേട്ടോ. ഡബിൾ പെറ്റൽ ക്രീപ്പർ റോസാണ്. നിറയെ തന്നെ പൂക്കൾ ഉണ്ടാവുന്നൊരു വെറൈറ്റിയാണ് ഡബിൾ പെറ്റൽ ക്രീപ്പർ എന്ന് പറയുന്നത്. നല്ലൊരു അടിപൊളി വെറൈറ്റി തന്നെയാണ് ഡബിൾ പെറ്റൽ ക്രീപ്പർ. ഇത് ഈ ഒരു ഷെയ്ഡിലും റെഡ് കളറിലും പിങ്ക് ഷെയ്ഡിലും പൂക്കളാവാറുണ്ട്. പിന്നെ ഉള്ളത് ഈ ഒരു വെറൈറ്റിയാണ്, പട്ട് റോസാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്, നിറയെ പൂക്കളുണ്ടാവും. അപ്പോൾ 10 റോസിൻ്റെ കോംബോ ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. വേണ്ടവർ വാട്സപ്പ് ചെയ്യാം കേട്ടോ.